എൻ്റെ വീട്ടിലെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ. കുറച്ചെന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ മഴ അങ്ങോട്ട് തിമിർത്ത് പെയ്യുന്നുണ്ട്. മഴയും നോക്കി നിന്നാൽ നടക്കൂല. കാരണം നമുക്ക് രാവിലെ കുളിക്കണ്ടേ. കുളിച്ചില്ലെങ്കിലുണ്ടല്ലോ ഈ കുളി വൈകുന്നേരം വരെ എത്തിച്ചിട്ട് അതങ്ങോട്ട് മേല് കഴുകലിൽ ഒതുക്കും. മടിയാണ് കേട്ടോ മെയിൻ കാരണം. അപ്പോൾ രാവിലെ തന്നെ കുളിച്ചു കഴിഞ്ഞാൽ അതങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കുമ്പോഴും മഴ നല്ല തിമിർത്ത് പെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഴയും നോക്കി കുറച്ച് നേരം നിന്നു. അയ്യോ ഞാൻ കുളിച്ചിട്ടില്ലായിരുന്നല്ലേ. ജനലിനടുത്തൊന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരെ പോയിട്ട് കുളിച്ചിട്ട് വരാം. അങ്ങനെ കുളിച്ചിട്ടൊക്കെ വന്നു. എൻ്റെ പിള്ളേരാണെങ്കിൽ രണ്ടാളും നല്ലോണം കിടന്നുറങ്ങുന്നുണ്ട്. ഇവിടെ വരുമ്പോൾ ഞാൻ വിചാരിക്കും കുറേ സമയം ഉറങ്ങണമെന്ന്. പക്ഷേ അവിടെ നിന്ന് എണീക്കുന്ന അതേ സമയത്ത് എനിക്ക് ഉറക്കം ഞെട്ടും. ഈ പിള്ളേർക്കൊക്കെ വിരിപ്പും വതപ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ എൻ്റെ ഭഗവാൻ. ഇതൊക്കെ എന്താ ഇങ്ങനെ കിടക്കുന്നല്ലേ. ഓരൊക്കെ നല്ല മൂടി പൊതിച്ച് കിടക്കാണ് കേട്ടോ. അങ്ങനെ ഞാൻ അടുക്കളയിൽ പോയപ്പോൾ പുട്ടിൻ്റെ കൂടെ ചില്ലുണ്ട്. ദൈവമേ ഇതെങ്ങാൻ തിന്നിട്ട് വയറ്റിൽ പോയി കഴിഞ്ഞല്ലോ. അപ്പോൾ പുട്ടുണ്ട്, ദോശയുണ്ട്. ഇത് നമ്മുടെ അരിദോശയാണ്. ഇത് രസമുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ എൻ്റെ അമ്മ ഇത് തന്നെ ചുടുന്നു കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു. ഇന്നലത്തെ കുറച്ച് ബാക്കി എങ്ങാനാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ വേഗം ചായ വെക്കാൻ പോയി. അമ്മക്കും കൂടെ വെക്കുന്നുണ്ട്. അമ്മ പുറത്ത് നലക്കുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ എത്തിയാൽ കുറച്ച് കുറച്ച് പണിയൊക്കെ എടുക്കും കേട്ടോ. ഇങ്ങനെ ചായ വെക്കുക, അത് കുടിക്കുക, കൊടുക്കുക, പിന്നെ അടിച്ച് വാരുക. ഇതൊക്കെയാണ് എൻ്റെ ഇവിടുത്തെ മെയിൻ പണികൾ. അങ്ങനെ രാവിലെ തന്നെ കട്ടൻ ചായയാണ്. അതിന് ശേഷം ഞാൻ നോക്കുമ്പോൾ ഫ്രിഡ്ജിൽ കുറച്ച് കേസരി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛനിപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസിൻ്റെ ഒരു ആരാധകനാണെന്ന് പറയാം. അങ്ങനെ അവിടെ നിന്ന് കേസരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊന്ന് എടുത്ത് തിന്ന് നോക്കി. ഇത് തലേദിവസം കൊണ്ടുവന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്നാണ് കേട്ടോ എടുത്ത് തിന്നുന്നത്. അങ്ങനെ പുട്ടും ചിക്കൻ കറിയും ദോശയും ഒക്കെ എടുത്തിട്ട് നല്ല മാക്കം ഇരുന്നിട്ട് തിന്നുന്നതാണ് കേട്ടോ. നല്ല സമാധാനത്തിൽ. കാരണം പിള്ളേർ എണീറ്റിട്ടില്ല. അതാണല്ലോ എൻ്റെ ഏറ്റവും വലിയ സമാധാനം. ഇല്ലെങ്കിൽ എൻ്റെ ഓരോ സൈഡിലായിട്ട് ഇങ്ങനെ ഓരോന്ന് ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. അങ്ങനെ ഞാൻ നല്ല ടെൻഷൻ വലിയ കാര്യമൊന്നുമില്ല. നല്ല സമാധാനത്തിലിരുന്നിട്ട് ചായ കുടിക്കുകയാണ് കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചിക്കൻ കറിക്കും ദോശക്കും പുട്ടിന്. ഇതിന് എല്ലായ്പ്പോഴും ഉള്ള ടേസ്റ്റ് തന്നെ. ഇവിടുത്തെ ദോശ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേൻ്റെത്. ഇത് ഞാൻ പറയുന്നതിനെക്കാട്ടും എൻ്റെ അമ്മ അതിങ്ങനെ ചുട്ടോണ്ടിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കഴിച്ചു. ഇന്ന് നമുക്ക് വസുക്കുട്ടന് പോളിയോ കൊടുക്കാൻ പോകണം. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ ഞാനിത് എപ്പോഴാണ് പോവാന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് അപ്പു പറഞ്ഞു, അശ്വതീച്ചി ഞാൻ പോകുമ്പോൾ നിങ്ങളും പോരുക എന്നുള്ളത്. വളരെ സന്തോഷം. എന്നാൽ പിന്നെ നടക്കാണ്ട് അവിടം വരെ എത്തിയിട്ട് പോളിയും കൊടുത്തിട്ട് ഇങ്ങ് പോരാലോ. സാൻവി മോക്കാണെങ്കിൽ തിങ്കളാഴ്ച സ്കൂളില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്നും കൂടെ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചതാണ്. ഇല്ലെങ്കിൽ ഇവിടെ അടുത്ത് വന്നിട്ട് കൊടുക്കാമെന്നാണ്. അങ്ങനെ പുള്ളറെണീച്ച് വന്നപ്പോൾ ഞാൻ വേഗം അവരെ പല്ലൊക്കെ തേപ്പിച്ചു, ഭക്ഷണം കൊടുത്തു. അപ്പോൾ നമ്മളുടെ വീട്ടിൽ മഴ പെയ്ത് കഴിഞ്ഞാലുള്ള അവസ്ഥ ഇങ്ങനെയാണ് കേട്ടോ. റോഡ് നല്ല കുളം പോലെയാവും. ആദ്യമൊക്കെ വീടിൻ്റെ മുറ്റത്തേക്കൊക്കെ ഇങ്ങനെ വെള്ളം കയറുമായിരുന്നേ. ഇപ്പം അങ്ങനെ ഇല്ല. പിന്നെ അതിനുശേഷം ഞാൻ അപ്പോഴപ്പോൾ വിളിച്ച് എൻ്റെ അടുത്ത് അശ്വതീശ് നമുക്ക് ഇപ്പം പോവാമെന്ന് പറഞ്ഞ്. എന്നാൽ പിന്നെ ഓക്കെ ഞാൻ വേഗം ഡ്രസ്സ് മാറി. വസ്കുട്ടനെയും വേഗം ഡ്രസ്സ് മാറ്റി കൊടുത്തു. നമ്മൾ പോളിയോ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. ഇവൻ അവിടെ നിന്ന് കരയോന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ പ്രാവശ്യം പോളിയോ കുടിക്കുമ്പോൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പോളിയോ തുള്ളി മരുന്ന് ഇഞ്ചക്ഷൻ അടിക്കുമ്പോൾ ഇവൻ അത്ര പ്രശ്നമില്ല. പക്ഷേ ഈ മരുന്ന് കുടിക്കാനാണ് ഇവന് പ്രശ്നം. അപ്പോൾ നമ്മളുടെ നോയിൽ ഉടനെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളുടെ പേരോട് സ്കൂളിൽ നിന്നാണ് കേട്ടോ ഇവർക്ക് പോളിയോ ഉള്ളത്. ഈ സ്കൂളിൽ ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് ഈ സ്കൂൾ. ഞാൻ അവിടെ നിന്ന് മാറി കുറച്ച് അകലെയാണ് കേട്ടോ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ പോളിയൊക്കെ കൊടുത്തു. നേരെ തിരിച്ച് വീട്ടിലേക്ക്. വീട്ടിൽ വന്നപ്പോൾ ബസ് ഭയങ്കര ഫോമാണ് കേട്ടോ. കാരണം ഓൻ്റെ കയ്യിലിങ്ങനെ വോട്ട് ചെയ്ത പോലെ ഇതൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു കൊടുത്ത് പെട്ടെന്നാണെടാ എനിക്കത് സംഭവിച്ചത്. വേറൊന്നുമല്ല, നല്ല അസല് തലവേദന. എൻ്റെ ഇന്നത്തെ ദിവസം പോയി എന്നും വിചാരിച്ചിട്ട് കിടക്കുന്നതാണ് കേട്ടോ ഞാനിത്. വ്ളോഗും ഇല്ല, ഒന്നുമില്ല, എല്ലാം കൂടെ തകിടും മറിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അമ്മ ഇങ്ങനെ പറയുന്നുണ്ട് നീ അതിങ്ങനെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. എനിക്ക് തലവേദന വരുന്നു എന്ന് എനിക്ക് തോന്നി തുടങ്ങിയാൽ എനിക്ക് തലവേദന വരുന്നുകൊണ്ടിരിക്കും. പക്ഷേ അന്നെന്തോ ഭാഗ്യത്തിന് അത് അധികം നേരം നീണ്ടുപോയില്ല. മഴ ദാ നിന്നിട്ടേയില്ല കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഞാൻ എണീറ്റു. നോക്കുമ്പോൾ ഒരു കടല മുട്ടായി ഉണ്ടായിരുന്നു. അതും തിന്ന് ഞാൻ ഇങ്ങനെ അവിടെ ഇരുന്നു. അപ്പോൾ ശരി, ബാക്കിയൊക്കെ പിന്നെ പറയാം കേട്ടോ.